ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മാധവേട്ട, പ്രകാശം വിചാരിച്ച കുറച്ചു തുക ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിത്തരാൻ പറ്റുമായിരിക്കും. പണം അവനോട് ചോദിക്കല്ലോ, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി തരാൻ പറയല്ലേ. അതുകൊണ്ട് ചിലപ്പോ പ്രകാശം കേൾക്കുമായിരിക്കും. നമുക്ക് പലിശ കൊടുക്കാം. അതൊക്കെ വേണോ? പ്രകാശനോട് ഞാൻ ചോദിക്കില്ല, നീ ചോദിച്ചാ മതി. നടന്നത് തന്നെ. പ്രകാശിനെ അങ്ങനെ അങ്ങ് പറ്റിക്കാമെന്ന് ആരും നോക്കണ്ട. ഇതുപോലുള്ള 18 അടവും പയറ്റ് നിൽക്കുന്നവനാണ് ഈ പ്രകാശൻ. പലിശയ്ക്ക് അങ്ങോട്ട് പണം വാങ്ങി തരാൻ പറഞ്ഞാല് ഈ പ്രകാശൻ അങ്ങ് ചെയ്യൂത്രേ. പറ്റിപ്പിന്റെ ഓരോരോ മാർഗങ്ങളേ. ഇത് ഞാനിവിടെ നിന്ന് കേൾക്കുന്നറിഞ്ഞിട്ട് ഇറക്കിയ തന്ത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് ഞാൻ ചോദിക്കാം. മോനെ, അമ്മ നിന്നെ കാണാൻ വരികയായിരുന്നു. നീ ഒരു ഉപകാരം വേണ്ട, എല്ലാം ഞാൻ കേട്ടു. എന്നിൽ നിന്നും ഒരു രൂപയുടെ സഹായം പോലും ആരും പ്രതീക്ഷിക്കണ്ട. പലിശയ്ക്ക് പണം വാങ്ങി തന്നിട്ട് വേണം പലിശക്കാരൻ വന്ന് എന്റെ ബൈക്ക് എടുത്തിട്ട് പോവാൻ. കൊള്ളാം, നല്ല മകൻ. നിന്റെ അച്ഛൻ കുടിച്ചും കൂത്താടിയും നടന്ന് ഉണ്ടാക്കി വെച്ച കടം വീട്ടാൻ വേണ്ടിയേ അമ്മ മൂത്ത മോന്റെ മുൻപിൽ കൈ നീട്ടിയതൊന്നുമല്ല. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കുറച്ചു നാളത്തേക്ക് കുറച്ചു പൈസ വായ്പ വാങ്ങി തരുമോന്നാണ് അമ്മ ചോദിക്കുന്നത്. അതും മൂത്ത മോനോട്. ഓഹോ, അപ്പൊ മൂത്ത മോനാണെന്നൊക്കെ അറിയാം. ഇതെന്തമ്മേ, കൂടെ കൂടെ മാത്രമേ ഓർമ്മ വരുള്ളൂ ഈ പ്രകാശൻ മൂത്ത മോനാണെന്ന്? എന്നും ഓർമ്മ വരാൻ മൂത്ത മോന്റെ കടമയൊന്നും നീ ചെയ്യുന്നു. ചന്ദ്രു, മതി. കണ്ടവന്റെ മുന്നിൽ കൈനീട്ടിയുള്ള ശീലമൊന്നും മാധവനില്ല. മാധവേട്ട, ഞാൻ വന്ദനെ ഒന്ന് വിളിക്കാം. എന്തിനാ ചന്ദ്രു? വന്ദനയ്ക്ക് ഇപ്പൊ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ. എന്നല്ല, സഹായിച്ചില്ലെങ്കിലും വന്ദന നമ്മളെ പുച്ഛിക്കില്ല. എന്റെയും മാധവേട്ടന്റെയൊക്കെ മനസ്സറിയുന്നവളല്ലേ അവള്. വന്ദന ഫോൺ എടുക്കുന്നില്ല മാധവേട്ട. ഇനി നമ്മൾ എന്ത് ചെയ്യും മാധവേട്ട? ചന്ദ്രു, മാധവന്റെ കയ്യിൽ പണമില്ലെന്നേ ഉള്ളൂ. നിന്നെപ്പോലുള്ള പുണ്യം കൂടെയില്ലേ? മതി, ഈ മാധവൻ അത് മതി.